ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലൂക്കാസ്. കോർപ്പറേഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാറിനെ ഭീഷണിപ്പെടുത്തിയ അഡീഷണൽ എസ്ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ചർച്ച കൂടാതെ പാസാക്കിയത് 66 അജണ്ടകളും. നികുതിയില്ലാതെ 1500 കോടി രൂപ വരെ സ്വീകരിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കും. വലക്കാവിലെ ക്വാറികളും ക്രഷറുകളും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങി. ഭരണാധികാരികൾക്ക് ജനങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു ചിലരോടാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. ജനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിമുങ്ങിയ അവതാർ ജ്വല്ലറി ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ ചങ്കൂറ്റം കാണിക്കണമെന്ന് BJP. നിക്ഷേപ തട്ടിപ്പുകാർക്കെതിരെ BJP സമരം ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. പകിരിപ്പാല സ്വദേശി അനു പ്രേമൻ, ഊരകം സ്വദേശി മിഥുൻ എന്നിവരെയാണ് പിടിയിലായത്. ബൈക്കും മൊബൈൽ ഫോണുകളും നൽകിയാണ് സംഘം വിദ്യാർത്ഥികളെ വലയിലാക്കിയിരുന്നതെന്ന് പോലീസ്. നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കണ്ണൻകുളങ്ങര ഡിവിഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാറിനെ ഭീഷണിപ്പെടുത്തിയ അഡീഷണൽ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ പ്രമേയം പാസാക്കി. നെടുപുഴ സ്റ്റേഷനിലെ അഡീഷണൽ SIയും പോലീസ് ഓഫീസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ രാജനെതിരെ നിയമപരമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗം MS സമ്പൂർണ്ണ അവതരിപ്പിച്ച പ്രമേയമാണ് കൗൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കിയത്. കൗൺസിലറെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും കൗൺസിലറുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കണ്ണൻകുളങ്ങര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി പുറമ്പോക്കിൽ നിർമ്മിച്ച മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോർപ്പറേഷൻ പോലീസിന്റെ സഹായം തേടിയിരുന്നു. സ്ഥലത്തെത്തിയ അഡീഷണൽ SI തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും തട്ടിക്കയറിയെന്നും കൗൺസിൽ യോഗത്തിൽ വിൻഷി അരുൺകുമാർ പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചപ്പോൾ അവരപ്പോൾ തന്നെ പറഞ്ഞു സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇതിന്റെ പിന്നിൽ നമുക്ക് നടക്കണ്ട, കാര്യം നടന്നല്ലോ എന്ന് പറഞ്ഞു. ഇതിന് മുൻപ് ഇത് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രാജൻ സാറ് ഫോണിൽ വിളിച്ചു കഴിഞ്ഞ് എനിക്ക് മനസ്സിലാക്കി സാറാണ്. അപ്പം ഞാൻ സാറിനോട് തിരിച്ചു സാർ എന്തെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരാൾ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം ഇത് പൊളിച്ചില്ലെങ്കിൽ എനിക്ക് കേസിന് പോലെ ഇനി ഇത് വൈകും. ഓടിപ്പോൾ 11 മാസമായി ഞാൻ വന്നത്. ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലാണ് സാറ് കണ്ടെത്തിയത്. ഞാൻ അപ്പോൾ അതിനെ വിളിച്ചു, കോർപ്പറേഷൻ അറിയിച്ചപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു അത് കമ്മീഷണർക്ക് ഒരു പരാതിയാക്കി മേയർക്ക് വെക്കാൻ പറഞ്ഞു. ഈ സാറിനെയാണ് SI ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച ഹസ്ബൻഡിന് പൊതുവിഷയത്തിൽ അവിടെ വന്ന ജനങ്ങൾ മുഴുവൻ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നമ്മൾ കോർപ്പറേഷൻ അറിയിക്കട്ടെ, അവിടെ നിന്ന് എന്താ വെച്ചാൽ നടപടി ഉണ്ടാകും ചെയ്തു. ഇനി ഞാൻ വൈകിട്ട് കൊടുത്തു ശാന്തിമായിട്ടാണ് ഒരു പരാതി കൊടുത്തത്. എനിക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പ്രമേയത്തെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ ഇത് സംബന്ധിച്ച പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടു. സംഭവം സംബന്ധിച്ച് CIയെ വിളിച്ചുവരുത്തി വിശദീകരണം ആവശ്യപ്പെടണമെന്ന് അനൂപ് ഡേവിസ് കാട ആവശ്യപ്പെട്ടു. ജേക്കബ് പുലിക്കോട്ടിൽ, ജോൺ ഡാനിയൽ, അഡ്വക്കേറ്റ് സുബി ബാബു, ലാലി ജെയിംസ്, P. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു. വനിതാ കൗൺസിലറെ മാനസികമായി പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമാനുസൃതമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമെന്ന് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി അറിയിച്ചു. പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പൊതുചർച്ച നീണ്ടു. 66 അജണ്ടകൾ ചർച്ച പോലുമില്ലാതെ 5 മിനിറ്റ് കൊണ്ട് പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞു. വനിതാ കൗൺസിലർ വിൻഷിക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനം, തെരുവ് വിളക്ക് കത്താത്ത വിഷയം, തെരുവുനായ പ്രശ്നം, പെൻഷൻ വിതരണം തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുചർച്ച നീണ്ടതോടെയാണ് 68 അജണ്ടകളിൽ 2 ഒഴികെ 66 അജണ്ടകൾ ചർച്ച പോലുമില്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് പാസാക്കിയത്. അയ്യന്തോൾ മേഖലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് കൗൺസിലർമാർ പരാതി ഉന്നയിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തത് സംബന്ധിച്ച് വൈദ്യുതി വിഭാഗം എഞ്ചിനീയർമാരോട് പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മേയറുടെ ഡിവിഷനിലും തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് ഭരണപക്ഷ കൗൺസിലർ P. സുകുമാരൻ ചൂണ്ടിക്കാട്ടിയത് കൗൺസിലിൽ കൂട്ടച്ചിരി പടർത്തി. തെരുവ് വിളക്ക് കത്താത്ത പ്രദേശങ്ങളിലെ കൗൺസിലർമാരുടെയും കരാറുകാരുടെയും യോഗം വിളിച്ച് നടപടിയെടുക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പാളിയതായി പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. ഓണം കഴിഞ്ഞിട്ടും പലർക്കും പെൻഷൻ ലഭ്യമായിട്ടില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. പെൻഷൻ വിതരണത്തിലെ സാങ്കേതിക തകരാർ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന്
പെൻഷൻ വിതരണത്തിലെ പോരായ്മകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി അറിയിച്ചു. കോർപ്പറേഷൻ 21 ഡിവിഷനിലെ മിച്ചഭൂമി കോളനിയിൽ 16 പേർക്ക് ഡെങ്കിപ്പനി പിടിപെട്ടതായി ഡിവിഷൻ കൗൺസിലർ ഷീബ ബാബു അറിയിച്ചു. DMO ഓഫീസുമായി സഹകരിച്ച് മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. അതേസമയം കോർപ്പറേഷൻ പരിധിയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി വ്യക്തമാക്കി. കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതായി പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പറവട്ടാനിയിൽ കോർപ്പറേഷൻ കോടികൾ ചെലവഴിച്ചാരംഭിച്ച വന്ധീകരണ യൂണിറ്റ് പ്രവർത്തനം നിലച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ നടപടി സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കോർപ്പറേഷൻ കക്ഷി ചേരണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അതേസമയം തെരുവുനായ്ക്കളെ കൊല്ലുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഡെപ്യൂട്ടി മേയർ ഇതിന് പോംവഴി കോടിയേരിയുടെ വിവാദ പ്രസ്താവനയാണ് ഓർമ്മ വരുന്നതെന്ന് പാടത്ത് പണി വരമ്പത്ത് കൂലിയെന്ന് പരാമർശിക്കാതെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. നികുതിയില്ലാതെ 1500 കോടി രൂപ വരെ സ്വീകരിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കാം. നികുതി ഒഴിവാക്കിക്കൊണ്ട് 1500 കോടി രൂപ വരെ സ്വീകരിക്കാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറങ്ങും. കേരളത്തിൽ ഈ രീതിയിൽ അനുമതി ലഭിക്കുന്ന ആദ്യത്തെ ഹിന്ദു ആരാധനാലയമാവുകയാണ് ഗുരുവായൂർ ക്ഷേത്രം. സെന്റ് ജോൺസ് പള്ളി കട്ടപ്പന, അമൃതാനന്ദമയി മഠം, മുരിങ്ങൂർ ധ്യാനകേന്ദ്രം, ബിലിവേഴ്സ് ചർച്ച് എന്നിവയ്ക്ക് നേരത്തെ താൽക്കാലികമായി ഈ രീതിയിൽ തുക സ്വീകരിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ 350 കോടി രൂപ സമാഹരിക്കാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് ആദ്യഘട്ട അനുമതിയുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പണം സംഭാവന നൽകുന്നവർക്ക് അതിന്റെ നികുതി നൽകേണ്ടതില്ല. ഈ രീതിയിൽ സമാഹരിക്കുന്ന തുക ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കും. വിഷൻ 2020 എന്ന വൻ പദ്ധതിയാണ് ഗുരുവായൂർ ദേവസ്വം ഇതിനായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ നഗരത്തിനും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. TCV, തൃശൂർ. ഭരണാധികാരികൾക്ക് ജനങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു ചിലരോടാണെന്നും നിയമം നടപ്പിലാക്കാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളതെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. വലക്കാവ് ക്വാറികളും ക്രഷറുകളും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം കളക്ടറേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ നിലവിലുള്ളത്. ചിലർക്ക് പാറമടകൾ ഒരു കൃഷിയാണ്. പാറമടകൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ പട്ടയം റദ്ദു ചെയ്ത് കർഷകർക്ക് ഭൂമി തിരിച്ചു നൽകിയില്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. മലയോര സംരക്ഷണ സമിതി നേതാവ് ജോയ് കൈപ്പാങ്ങൻ അധ്യക്ഷത വഹിച്ചു. ലാലൂർ സമരസമിതി നേതാവ് TK വാസു, സുനിൽ ലാലൂർ, C രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിമുങ്ങിയ അവതാർ ജ്വല്ലറി ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ ചങ്കൂറ്റം കാണിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. നിക്ഷേപ തട്ടിപ്പുകാർക്കെതിരെ BJP സമരം ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് പറഞ്ഞു. തൃശൂരിലെ അവതാർ ജ്വല്ലറിക്ക് മുന്നിൽ സമരം അനുഷ്ഠിക്കുന്നവർക്ക് BJP പിന്തുണ അറിയിച്ചു. കോടിക്കണക്കിന് രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായി പോലീസും ഉടമകളും തമ്മിൽ അവിഹിതമായ ബന്ധമുണ്ട് എന്ന് പാവപ്പെട്ട നിക്ഷേപകർ സംശയിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ഈ നിക്ഷേപ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ആ പ്രവണതയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം. സർക്കാരിനെ സംബന്ധിച്ച് ഒരു റിസീവറെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ മുഴുവൻ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ട് ഇതിൽ പണം നിക്ഷേപിച്ച മുഴുവൻ ആളുകൾക്ക് ആ പണം തിരികെ നൽകാനുള്ള നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകിയില്ലെങ്കിൽ BJP ശക്തമായ സമരം ആവിഷ്കരിക്കുമെന്നും നാഗേഷ് പറഞ്ഞു. കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. പകിരിപ്പാല പൂവത്തിങ്കൽ വീട്ടിൽ 25 വയസ്സുള്ള അനൂപ്രേമൻ, ഊരകം തയ്യിൽ വീട്ടിൽ 19 വയസ്സുള്ള മിഥുൻ എന്നിവരെയാണ് പിടികൂടിയത്. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ SB ആദർശിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ഊരകം, എട്ടുമുന, വല്ലച്ചിറ, കടലാശ്ശേരി, ചേർപ്പ് പ്രദേശങ്ങളിലായിരുന്നു ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. രാത്രിയിൽ കഞ്ചാവ് വലിക്കുന്നതിന് പ്രത്യേക കേന്ദ്രങ്ങൾ ഇവർ ഒരുക്കിക്കൊടുത്തിരുന്നതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഞ്ചാവ് ചെടിയുടെ ഇലയുടെ പടമുള്ള ടീഷർട്ട്, കീ ചെയിൻ, തൊപ്പികൾ എന്നിവ സമ്മാനം നൽകി ഇരകളെ ആകർഷിക്കുന്നതായും കണ്ടെത്തി. വില കൂടിയ ബൈക്കും നവീന മൊബൈൽ ഫോണുകളും നൽകിയാണ് വിദ്യാർത്ഥികളെ സംഘത്തിൽ ചേർത്തിരുന്നത്. കഞ്ചാവ് വലിക്കുന്നതിനായുള്ള കേന്ദ്രത്തിൽ 6 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. ഇവരെ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി താക്കീത് നൽകി വിട്ടയച്ചു.
പ്രതികളെ പിടികൂടുന്നതിനിടയിൽ സിവിൽ എക്സൈസ് ഓഫീസർ VM സ്മിബിന് പരിക്കേറ്റു. ഇയാളെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ KK രാജു, KK വത്സൻ, VV കൃഷ്ണകുമാർ, T ശിവദാസൻ, A മണികണ്ഠൻ, MM ദേവരാജൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ സന്ദേശവുമായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫ്ലാഷ് മോബും ലഘുനാടകവും ശ്രദ്ധേയമായി. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കിഴക്കേക്കോട്ടയിലെ സെലക്സ് മാളിൽ നടന്ന ഫ്ലാഷ് മോബിൽ 70ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ അണിനിരന്നു. 80% ഹൃദയരോഗവും തടയാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഫ്ലാഷ് മോബും തുടർന്ന് നടത്തിയ ലഘുനാടകവും കൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ ജനങ്ങളിൽ എത്തിച്ചത്. ജീവിതശൈലി ക്രമീകരിച്ചും വ്യായാമം കൊണ്ടുമെല്ലാം ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള സന്ദേശത്തോടൊപ്പം ദുശ്ശീലങ്ങളുടെ ദോഷഫലങ്ങളും ലഘുനാടകത്തിൽ പ്രമേയമായി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടിജോ മുല്ലക്കര, കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ഷിബു കല്ലുവളപ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ തൃശൂരിൽ ഹൃദയ ദിനം ആചരിച്ചു. തെക്കേ ഗോപുരനടയിൽ ഹൃദയം സംരക്ഷിക്കുക എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഡിസ്പ്ലേയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജനങ്ങൾക്ക് ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചുള്ള ലഘുലേഖകളും വിതരണം ചെയ്തു. അധ്യാപകരായ JB മൈക്കിൾ, ജോർജ് ചിറമൽ, പോൾ G മേച്ചേരി, സെബി ജോസഫ്, ജോഷി ആൻഡേഴ്സൺ, VC സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസം മുൻപ് ആളൂരിൽ നിന്ന് കാണാതായ ഓട്ടോ ഡ്രൈവറെ കലേറ്റുങ്കര പഞ്ഞപ്പള്ളിക്ക് സമീപം റെയിൽവേ പാളത്തിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ ആനത്തടം പുത്തനങ്ങാടി കുഞ്ഞുവറീദിന്റെ മകൻ 48 വയസ്സുള്ള ജെറിനാണ് മരിച്ചത്. 2 ദിവസം മുൻപ് സുഹൃത്തുക്കളോടൊപ്പം പോയ ജെറിനെ കാണാനില്ലെന്ന് ഭാര്യ കൊടകര പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. UAE അലൈനിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ചാവക്കാട് ഒരുമനയൂർ മുത്തന്മാവ് ചാണാശ്ശേരി ഷൺമുഖൻ മകൻ 27 വയസ്സുള്ള അപ്പുക്കുട്ടൻ എന്ന ശ്രീകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ TS കല്യാണരാമന് ആൽഫ പാലിയേറ്റീവ് കെയർ കാരുണ്യമുദ്ര അവാർഡ് നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ വിവിധ വ്യവസായ ഗ്രൂപ്പ് സ്ഥാപന മേധാവികളായ VA ഹസൻ, ഡോക്ടർ KK മോഹൻദാസ്, MP അഹമ്മദ് എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. ഈ മാസം 30-ന് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ നടത്തുന്ന സാന്ത്വന സമന്വയം പരിപാടിയിൽ ആദരണ ചടങ്ങ് നടക്കും. ആൽഫ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഡയറക്ടർ ഡോക്ടർ KK മോഹൻദാസ്, CA വേണുഗോപാൽ, സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൃഷിക്കാരന്റെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ BJP സർക്കാർ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. കൃഷിക്കാരെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, LDF ഗവൺമെന്റിന്റെ കാർഷിക പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക വർഷം തോറും കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ കാർഷിക മേഖലയുടെ വിസ്തീർണം അനുദിനം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കൃഷിക്കാർ തൊഴിലുറപ്പ് മേഖലയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണെന്നും മുരളി പെരുന്നെല്ലി പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ നേതാക്കളായ PR വർഗീസ്, MM അവറാച്ചൻ, സെബി ജോസഫ്, അമ്പാടി വേണു തുടങ്ങിയവർ സംസാരിച്ചു. പൂരനഗരി സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷനായി മാറുകയാണ്. ഒരേ സമയം 5 സിനിമകളുടെ ചിത്രീകരണമാണ് തൃശൂരിൽ പുരോഗമിക്കുന്നത്. മമ്മൂട്ടിയും ദുൽഖറും ദിലീപും ആസിഫ് അലിയും അനൂപ് മേനോനുമെല്ലാം പൂരനഗരിയുടെ പലയിടങ്ങളിലായി അഭിനയിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരപ്പറമ്പിലും മിഷൻ ക്വാർട്ടേഴ്സിലും ഇക്കണ്ടവാര്യ റോഡിലും പച്ചക്കറി മാർക്കറ്റിലുമെല്ലാം പ്രിയ താരങ്ങളെ നേരിട്ട് കാണാനാകുന്നതിന്റെ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ. സൂപ്പർ താരം മമ്മൂട്ടി നായകനായ ഗ്രേറ്റ് ഫാദർ, തൃശൂരിന്റെ സ്വന്തം സത്യനന്ദിക്കാടിന്റെ ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ, ദിലീപിന്റെ ജോർജട്ടൻസ് പൂരം, ആസിഫ് അലിയുടെ തൃശൂർപേരൂർ ക്ലിപ്തം, അനൂപ് മേനോൻ നായകനായ വേണുഗോപാൽ ചിത്രം എന്നിവയെല്ലാമാണ് ഒരേ സമയം തൃശൂരിൽ ചിത്രീകരണം പുരോഗമിക്കുന്നത്. തൃശൂരിന്റെ പൂരപ്പറമ്പ് സിനിമക്കാരുടെ പ്രിയ ലൊക്കേഷനായി മാറിയിട്ട് അല്പകാലമായി. തൃശൂർ ലൊക്കേഷനാകുന്നു എന്നത് മാത്രമല്ല, തൃശൂർ ഭാഷയും തൃശൂരിന്റെ കഥകളും സിനിമയിൽ ഇടം പിടിക്കുന്നു എന്നതാണ് വലിയ സവിശേഷത. തൃശൂരിലെ ഒരു വ്യാപാര കുടുംബത്തിന്റെ കഥയാണ് സത്യനന്ദിക്കാടിന്റെ ദുൽഖർ ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആസിഫ് അലിയുടെ തൃശൂർപേരൂർ ക്ലിപ്തവും ദിലീപിന്റെ ജോർജട്ടൻസ് പൂരവും പൂരനഗരിയുടെ കഥയും കഥാപാത്രങ്ങളും ആവിഷ്കരിക്കപ്പെടുന്ന ചിത്രം കൂടിയാണ്. രഞ്ജിത്തിന്റെ പ്രാഞ്ചിയാട്ടനാണ് തൃശൂരിന്റെ ഭാഷയും കഥയും
ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരശ്ശീലയിൽ ശ്രദ്ധേയമാക്കിയത്. പിന്നീട് പുണ്യാളൻ നഗർപതീസും വർഷവും സപ്തമശ്രീ തസ്കരനും തിരുവമ്പാടി തമ്പാനും മരുഭൂമിയിലെ ആനയും ഹാപ്പി വെഡിങ്ങുമെല്ലാം തൃശൂരിന്റെ സ്വന്തം ചിത്രങ്ങളായി ശ്രദ്ധേയമായി. ദുൽഖറിന്റെ ചാർലിയിൽ തൃശൂരിന്റെ അഭിമാനമായ തൃശൂർ പൂരത്തിന്റെ ആരവങ്ങളും തിരശ്ശീലയിലെത്തി. ഒരു കാലത്ത് ഒറ്റപ്പാലത്തിന് മാത്രം ലഭിച്ചിരുന്നതുപോലൊരു സ്വീകാര്യതയാണ് സിനിമാക്കാർ പൂരനഗരിക്ക് നൽകി വരുന്നത്. എറണാകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലയെന്നതും ഗതാഗത പ്രശ്നങ്ങൾ കുറവാണെന്നതും ഹോട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചിലവ് കുറവാണെന്നതും മികച്ച ലൊക്കേഷനുകൾ നിറഞ്ഞ ഇടമാണെന്നതും തൃശൂരിന്റെ പ്രത്യേകതയായി സിനിമാക്കാർ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂരിലെ വർഷം എന്ന സിനിമയുടെ സെറ്റിലും അടുത്തിടെ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിലും മമ്മൂട്ടി തന്റെ ജന്മദിനം ആഘോഷിച്ചത് വാർത്തയായിരുന്നു. പുലിക്കളിയുടെ നാട്ടിലെ പുലികൾക്കൊപ്പം ദുൽഖർ ചുവടുവയ്ക്കാനെത്തിയതും ശ്രദ്ധേയമായി. തൃശൂരിൽ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും തൃശൂർ ഭാഷ സംസാരിക്കുന്ന ചിത്രങ്ങളും ഹിറ്റാകുമെന്നൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ സിനിമാക്കാർക്കിടയിൽ സജീവമായിട്ടുണ്ട്. പൂരനാടിന്റെ മുക്കിലും മൂലയിലും സിനിമാക്കാർ ഇടത്താവളമാക്കുന്നതിന് പിന്നിലെ പരസ്യമായ രഹസ്യവും ഇതാണെന്നാണ് അണിയറ വർത്തമാനം. TCV ന്യൂസ്, തൃശൂർ. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ മാഫിയ സംഘാംഗവും വധശ്രമ കേസിലെ പ്രതിയുമായ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം പുതിയങ്ങാടി കുളങ്ങരകത്ത് സെയ്ദ് മുഹമ്മദിനെയാണ് ചാവക്കാട് SI MK രമേശ്, അഡീഷണൽ SI നൌഫൽ, ASI അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കടപ്പുറത്തെ ഒരു സ്കൂൾ പരിസരത്ത് കഞ്ചാവ് പൊതികളുമായി എത്തിയ സെയ്ദ് മുഹമ്മദിനെ കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. നിരവധി കഞ്ചാവ് കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇടവേള. പുതുക്കാട് കാറിടിച്ച് മരിച്ച കാൽനട യാത്രക്കാരനെ തിരിച്ചറിഞ്ഞില്ല. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോർപ്പറേഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ചാണ് ഇയാൾ മരിച്ചത്. 60 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ വെള്ളയിൽ ചുവന്ന വരയുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. നരച്ച താടി വെച്ച ഇയാളുടെ മുൻവശത്തെ പല്ല് നേരത്തെ നഷ്ടപ്പെട്ട നിലയിലാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ MS സുബ്ബലക്ഷ്മി ശതാബ്ദി കർണാടക സംഗീതോത്സവം രാഗസുധ തുടരുന്നു. സംഗീതോത്സവത്തിന്റെ 4ാം ദിവസമായ ബുധനാഴ്ച വിശ്വാസ് സ്വാമിനാഥൻ, NJ നന്ദിനി എന്നിവരുടെ കർണാടക സംഗീത കച്ചേരി അരങ്ങേറി. നിരവധി പേരാണ് സംഗീത കച്ചേരി ആസ്വദിക്കാനെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് ഭരദ്വാജ് സുബ്രഹ്മണ്യം, TM കൃഷ്ണ എന്നിവരുടെ സംഗീത കച്ചേരി അരങ്ങേറും. സംഗീതോത്സവം ശനിയാഴ്ച സമാപിക്കും. സമൂഹത്തിൽ നിന്ന് അന്യം നിന്നുപോകുന്ന കാർഷിക സംസ്കാരത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമവുമായി നടന്ന അടാട്ട് ഉടലക്കാവ് പോത്തോട്ട മഹോത്സവം അത്യന്തം ആവേശമായി. കുടില് തൊട്ട് കൊട്ടാരം വരെ അന്നമൂട്ടാൻ പാടത്തും പറമ്പിലും കൃഷിയിലേർപ്പെടുന്ന കർഷകനും തൊഴിലാളിയും ഒത്തൊരുമിച്ച് പതിറ്റാണ്ടുകളായി നടത്തുന്ന കാർഷിക ഉത്സവം കൂടിയാണ് പോത്തോട്ടം. തലമുറ പഴുത് പിന്നിടുമ്പോൾ ഇത്തരം ഉത്സവങ്ങളിൽ നിന്ന് സമൂഹം പിന്മാറ്റം നടത്തുകയാണ്. എന്നാൽ കർഷകരും തൊഴിലാളികളും സമൃദ്ധിയുടെ വരവറിയിച്ച് നടത്തുന്ന പോത്തോട്ടത്തെ നെഞ്ചോട് ചേർത്ത് കൊണ്ടാടുകയാണ് അടാട്ട് ഉടലക്കാവ് ഗ്രാമം. കന്നിമാസത്തിലെ മകം നാൾ മറ്റെല്ലാം മറന്ന ഈ ഗ്രാമം ആട്ടവും പാട്ടും പോത്തോട്ടവുമായി ആടിത്തിമിർക്കും. വർഷങ്ങളായുള്ള ഈ പതിവിന് ദേശാതീതമായ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. കർഷകരുടെയും വിളകളുടെയും സംരക്ഷണത്തിനൊപ്പം നാടും വീടും കാത്ത് മരണത്തെ ദൂരെ അകറ്റുന്നതിനുമായാണ് ആചാരാനുഷ്ഠാനം നിറഞ്ഞ പോത്തോട്ടം നടത്തുന്നതെന്നാണ് സങ്കല്പം. ഇതിനാൽ തന്നെയാണ് യമനെയും യമകിങ്കരന്മാരെയും അകറ്റാൻ യമവാഹനമായ പോത്തിനെ ലോകനാഥനായ ശിവനു ചുറ്റും ഓടിക്കുന്നത്. പിന്നോക്ക സമുദായങ്ങളുടെ നേതൃത്വത്തിലാണ് പോത്തോട്ട മഹോത്സവം നാടെങ്ങും നടന്നു വരുന്നത്. കുളിപ്പിച്ച് കുറിതൊട്ട് പൂമാലയിട്ട് അണിയിച്ചൊരുക്കി എത്തിക്കുന്ന പോത്തുകളെ ഗണപതിക്ക് മുമ്പിൽ നാളികേരം ഉടച്ച ശേഷം ആർപ്പുവിളികളോടെ ശിവപ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഓടിക്കുന്നതാണ് ചടങ്ങ്. പറയ സമുദായക്കാരുടെ വാദ്യമേളങ്ങളോടെ നടക്കുന്ന ചടങ്ങുകൾക്ക് കുടയും വടിയുമേന്തിയ വെള്ളുവ പുലയനാണ് കാർമ്മികത്വം വഹിക്കുന്നത്. അവകാശി കുടുംബങ്ങളിൽ നിന്നുള്ള പോത്തുകൾക്ക് പുറമെ നിരവധി ദേശപ്പോത്തുകളും ഓട്ടത്തിൽ പങ്കുചേരും. മുൻകാലങ്ങളിൽ 70ഓളം വരുന്ന പോത്തുകൾ പങ്കെടുത്തിരുന്നെങ്കിൽ 10ൽ താഴെയായി ഇപ്പോൾ ഒതുങ്ങി. ഇത്തരം ഉത്സവങ്ങളിലൂടെ പുതുതലമുറകളിലേക്ക് കൃഷിയെയും കാർഷിക സംസ്കാരത്തെയും എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് അടാട്ട് പോത്തോട്ട മഹോത്സവ കമ്മിറ്റി കാലങ്ങളായുള്ള ഈ ഉദ്യമം നിലനിർത്തി പോകുന്നത്. പണ്ടുകാലത്ത് തുടങ്ങിയിരുന്ന ഈ പോത്തോട്ടം ഒരു കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുമായിരുന്നു. ആ അന്യം നിന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കൂടി ഇതിൽ ഉത്സാഹിച്ച് ഇതിൽ ജാതി മത ഭേദമൊന്നുമില്ല. എല്ലാ ജാതിക്കാരും
എല്ലാ മതക്കാരും ഒരുമിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ്. പോത്തോട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കൈക്കൊട്ടിക്കളി, നാടൻപാട്ട്, മരംകുട്ടിപ്പാട്ട് തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. ആട്ടവും പാട്ടുമായി അടാട്ട് ദേശത്തെ ഉത്സവലഹരിയിലാക്കിയ പോത്തോട്ടം വീക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി കുട്ടിക്കൂട്ടം മുതൽ മുതിർന്നവർ വരെ പ്രായം മറന്ന് ആർപ്പുവിളികളുമായി എത്തി. TCV തൃശൂർ. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അനിലക്കര MLA ഹൈക്കോടതിയിൽ ഹർജി നൽകി. പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രതിദിനം 5000-ഓളം രോഗികളാണ് ആശുപത്രിയിൽ വന്നുപോകുന്നത്. ഇവിടെ പ്രവേശിപ്പിച്ച രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന് 2 ആശുപത്രികളിലായി 1700 കിടക്കകൾ ഉണ്ടെങ്കിലും നിലവിൽ 3400-ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ വരാന്തകളിലും മറ്റുമാണ് കിടക്കുന്നതെന്ന് ഹർജിയിൽ പറയുന്നു. ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷവും ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന് അനിലക്കര കുറ്റപ്പെടുത്തി. രോഗികളുടെ ദുരിതാവസ്ഥ പരിഹരിക്കാൻ സർക്കാരിന് ഉടൻ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരത്ത് വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. ശ്രീനാരായണപുരം കോന്നിശ്ശേരി കോളനിയിൽ ചെന്നറ ബിജു എന്ന കുട്ടനാണ് കൊടുങ്ങല്ലൂർ CI ഓഫീസിൽ കീഴടങ്ങിയത്. വിവാഹബന്ധം വേർപ്പെടുത്തി കഴിയുന്ന വീട്ടമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വീട്ടമ്മയുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച പ്രതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആധാരമെഴുത്ത് തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 48 മണിക്കൂർ പണിമുടക്ക് സമരം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തൃശൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ MG നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. അലക്സ് കൊക്കൻ, തോമസ് വടക്കൻ, KL സിംസൺ, ശശി വളർക്കാവ്, ജോസ് കൂനംപ്ലാക്കൽ, വിൽസൺ സ്രാമ്പിക്കൽ, PV ഗോപി, KG പരമൻ, ജെറോം ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ പ്രതിനിധികളും സംസാരിച്ചു. ബൾഗേറിയയിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാനാകാതെ പഞ്ചഗുസ്തി താരങ്ങൾ. ഒക്ടോബർ 1 മുതൽ 10 വരെ നടക്കുന്ന ലോക പഞ്ചഗുസ്തി താരങ്ങൾക്കാണ് സർക്കാരിന്റെ സഹായം ലഭിക്കാഞ്ഞത്. പഞ്ചഗുസ്തിയെ കേരള സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചുവെങ്കിലും മത്സരത്തിൽ യോഗ്യത നേടിയ താരങ്ങളുടെ അപേക്ഷകൾ പരിഗണിക്കാതെ മാറ്റിയിരിക്കുകയാണെന്ന് പഞ്ചഗുസ്തി താരങ്ങൾ ചൂണ്ടിക്കാട്ടി. കേരള ആം റെസ്ലിംഗ് സംസ്ഥാന സെക്രട്ടറി AV വിക്രമൻ, പ്രസിഡന്റ് മനോജ് പൊറ്റക്കാട്ട്, താരങ്ങളായ AU ഷാജു, ഷെറീന ഷാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മന്ത്രിസഭയുടെ 100ാം ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ VR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മോഡൽ ബോയ്സ് സ്കൂൾ ഹെഡ്മാസ്റ്റർ MS ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായിരുന്നു. G ശരത്ചന്ദ്രൻ, MP ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. നാടക പ്രതിഭയായിരുന്ന ജോസ് ചെറമലിന്റെ ഓർമ്മദിനത്തിന്റെ ഭാഗമായി N പ്രഭാകരന്റെ തിച്ചൂർ രേഖകൾ എന്ന നാടകാവതരണം നടന്നു. തൃശൂർ ശ്രീശങ്കര ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ വേദിയിലെത്താത്ത വാസ്തവങ്ങൾ എന്ന വിഷയത്തിൽ N പ്രഭാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഡോക്ടർ C രാവുണ്ണി എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് നാടകപ്പുരയാണ് തിച്ചൂർ രേഖകൾ അവതരിപ്പിച്ചത്. നരിപ്പറ്റ രാജുവാണ് സംവിധാനം. ജോസ് ചെറമേൽ സ്മാരക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഓർമ്മ ദിനാചരണം. മധുരയിൽ നടന്ന സൗത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയ തൃശൂർ സ്വദേശിനി ജില്ലയ്ക്ക് അഭിമാനമായി. 10 മീറ്റർ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ വിഭാഗത്തിൽ അരണാട്ടുകര പാലക്കൽ വീട്ടിൽ മെറിൻ നെൽസണാണ് 2 വെള്ളി മെഡലുകൾ നേടിയത്. അമല നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് മെറിൻ നെൽസൺ. തൃശൂർ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ പണം വച്ച് ചീട്ട് കളിച്ച 7 അംഗ സംഘത്തെ ACP ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ഇവരിൽ നിന്ന് 14.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് സംഘം പിടിയിലായത്. തൃശൂർ ഈസ്റ്റ് CI KC സേതു, SI ലാൽകുമാർ എന്നിവരും പരിശോധനയ്ക്കെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. ചേർപ്പ് അമ്മാടത്ത് വയോധികൻ പാടത്ത് മുങ്ങിമരിച്ചു. അമ്മാടം മുള്ളക്കര വെട്ടിയാട്ടിൽ വീട്ടിൽ 70 വയസ്സുള്ള വിശ്വംഭരനാണ് മരിച്ചത്. മുള്ളക്കര തരിശുപടവ് ചാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുവിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി വീണതാണെന്ന് സംശയിക്കുന്നു. പുത്തൂർ പുത്തൻകാട് അംഗൻവാടിയുടെ നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് LSGDA വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന KG സൂര്യനെയാണ് വിജിലൻസ് DYSP A രാമചന്ദ്രൻ അറസ്റ്റ് ചെയ്തത്.
സൂര്യൻ ഇപ്പോൾ പാലക്കാട്ട് പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. വെട്ടുകാട് സ്വദേശി ശിവൻ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. സൂര്യനടക്കം 6 പേർക്കെതിരെയായിരുന്നു അന്വേഷണം. അംഗൻവാടിയുടെ നിർമ്മാണത്തിൽ സർക്കാരിന് 52,000 രൂപയോളം നഷ്ടം വരാൻ ഇടയായത് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുത്തത്. മറ്റു പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് ഡിവൈഎസ്പി അറിയിച്ചു. ഇടവേള. വടക്കേക്കാട് മുരിയന്തടം കോളനിയിൽ ദമ്പതികളെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 8 മാസത്തിനു ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി വടക്കേക്കാട് കല്ലിങ്ങൽ പേരോത്ത് ശേഖരനെയാണ് വടക്കേക്കാട് SI PK മോഹിതിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. കേസിലെ 4-ാം പ്രതിയും ശേഖരന്റെ മരുമകനുമായ മണിക്കുട്ടൻ മറ്റൊരു കേസിൽ നെയ്യാറ്റിൻകര ജയിലിലാണ്. ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. കേസിൽ ശേഖരന്റെ ഭാര്യ മണി, മകൻ ഷിജിൽ എന്നിവരെ കൂടി പിടികിട്ടാനുണ്ട്. തമിഴ്നാട്ടുകാരനായ ശേഖരൻ വടക്കേക്കാട് സ്വദേശിയായ മണിയെ വിവാഹം കഴിച്ച് മുരിയന്തടം കോളനിയിലായിരുന്നു താമസം. ദാസന്റെ കുടുംബവുമായുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിൽ ഷീജയുടെ കാലും ദാസന്റെ കൈയും കാലും ഒടിഞ്ഞിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സീനിയർ CPOമാരായ വിൻസെന്റ്, ശശികുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ലിഷോയ് നിർവഹിച്ചു. സിനിമാ താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ PO ജെൻസൺ അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ അഗസ്റ്റിൻ ബെന്നി, PTA പ്രസിഡന്റ് ഫ്രാങ്കോ ചിറമൽ, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ സനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹൃദയാരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 2 മണിവരെ ക്യാമ്പ്. ക്യാമ്പിൽ സൗജന്യ കാർഡിയോളജി പരിശോധനയ്ക്കൊപ്പം BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ പരിശോധനകൾ സൗജന്യമായി നടത്തും. ഹൃദയാരോഗ്യ നിർണയ പരിശോധനകൾ കൺസെഷൻ നിരക്കിൽ നടത്തും. തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്കും ഈ സൗകര്യം ലഭ്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതിർത്തി തർക്കത്തിൽ പ്രകോപിതനായി ചുറ്റിക ആക്രമിച്ച കേസിൽ പ്രതിയെ വിവിധ വകുപ്പുകളിലായി 7 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. നെന്മണിക്കര ചിറ്റിശ്ശേരി കാട്ടുകുഴി പുല്ലാനിക്കൽ വേലപ്പൻ മകൻ ഭാസ്കരനെയാണ് കുറ്റക്കാരനെന്ന് കണ്ട് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് ജഡ്ജി VN വിജയകുമാർ ശിക്ഷിച്ചത്. ചിറ്റിശ്ശേരി കാട്ടുകുഴി പെരുമറയത്ത് മോഹൻദാസ്, ഭാര്യ ജലജ, മകൻ ലിജിൻ എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ആക്രമണത്തിൽ ലിജിന്റെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റിരുന്നു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സജി റാഫേൽ ഹാജരായി. വാണിജ്യം. സാമ്പത്തിക രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള JMJ ഗ്രൂപ്പിന്റെ NBFC സ്ഥാപനമായ JMJ ഫിനാൻസിന്റെ 15ാമത് ശാഖ പട്ടിക്കാട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. പട്ടിക്കാട് മുതുവഞ്ചിറ ടവറിൽ 2ാം നിലയിൽ ആരംഭിച്ച JMJ ഫിനാൻസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ പിജു വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ബിസിനസ് ലോണുകളും പ്രോപ്പർട്ടി ലോണുകളും മണി ട്രാൻസ്ഫർ സൗകര്യവും കൂടാതെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസുകളും പാൻ കാർഡ് സർവീസും ഇൻഷുറൻസ് സർവീസും JMJ ഫിനാൻസിൽ ലഭ്യമാണ്. ദിവസത്തവണ വ്യവസ്ഥയിൽ ബിസിനസ് ലോണുകൾ 12% പലിശ നിരക്കിൽ JMJ ഫിനാൻസിൽ ലഭിക്കും. വിദേശത്ത് ഡീസൽ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന JMJ ഗ്രൂപ്പ് FZC, JMJ നിധി ലിമിറ്റഡ്, JMJ പ്ലസ് കുഡീസ്, JMJ ഫിൻസർവ്, JMJ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളും JMJ ഗ്രൂപ്പിന് കീഴിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7034 020077. പ്രധാന വാർത്തകൾ വീണ്ടും. കോർപ്പറേഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാറിനെ ഭീഷണിപ്പെടുത്തിയ അഡീഷണൽ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ചർച്ച കൂടാതെ പാസാക്കിയത് 66 അജണ്ടകൾ. നികുതിയില്ലാതെ 1500 കോടി രൂപ വരെ സ്വീകരിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കും. വലക്കാവിലെ ക്വാറികളും ക്രഷറുകളും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങി. ഭരണാധികാരികൾക്ക് ജനങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു ചിലരോടാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. ജനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിമുങ്ങിയ അവതാർ ജ്വല്ലറി ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ ചങ്കൂറ്റം കാണിക്കണമെന്ന് BJP. നിക്ഷേപ തട്ടിപ്പുകാർക്കെതിരെ BJP സമരം ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. പകരിപ്പാല സ്വദേശി അനുപ്രേമൻ, ഊരകം സ്വദേശി മിഥുൻ എന്നിവരെയാണ് പിടിയിലായത്. ബൈക്കും മൊബൈൽ ഫോണുകളും നൽകിയാണ് സംഘം വിദ്യാർത്ഥികളെ വലയിലാക്കിയിരുന്നതെന്ന് പോലീസ്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്